ഓക്കെ, ഡോക്ടർ എസ് സമ്പത്ത്, ഈ ഒരു ദുരന്തമുണ്ടായപ്പോൾ ജനങ്ങളെ സഹായിക്കാൻ എന്ന വ്യാജേന അന്നത്തെ സർക്കാർ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് വലിയ കൊള്ള നടത്തുകയായിരുന്നു. നമ്മൾ ഈ ചില സ്വകാര്യ ടെലിവിഷൻ ചാനലുകളിൽ കൃത്യമായ ഒരു അജണ്ട വെച്ച് ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് പോലെ ദൂരദർശനിൽ ഇപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അത്തരത്തിലൊരു ചർച്ചയ്ക്ക് പങ്കെടുക്കുന്നതെന്ന് ജിമേഷിനോട് പറഞ്ഞോട്ടെ. ഈ 51 വരെ വിവക്ഷിക്കുന്നതിൽ CAG എന്ന ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്വം, അവരുടെ പരിശോധന, ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്, അത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. ആ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതിന് അവർ നടത്തുന്നതായിട്ടുള്ള പരിശോധനയിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും വിവിധ സംസ്ഥാന സർക്കാരുകളുടെയും ചില പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും വിധേയമാക്കും. ഇന്ത്യയിൽ എൻ്റെ അറിവിൽ ഇത് ഒരു 100-ലേറെ റിപ്പോർട്ടുകൾ ഇങ്ങനെ വരും. അതിൽ കുറേ റിപ്പോർട്ടുകൾ ഇന്ത്യ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടത് അത് പാർലമെൻറ്റിൻ്റെ മേശപ്പുറത്ത് വയ്ക്കും. സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടത് സംസ്ഥാന നിയമസഭകളുടെ മേശപ്പുറത്ത് വയ്ക്കും. ഇവിടെ CAGയുടെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് യൂണിയൻ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടതിന് രാഷ്ട്രപതിക്കും, അത് രാഷ്ട്രപതിയുടെ ഓഫീസിൽ നിന്നാണ് പാർലമെൻറ്റിലേക്ക് ത്രൂ ദ സെക്രട്ടറി ജനറൽ ഓഫ് ദ ലോക്സഭ അങ്ങനെ വരുന്നത്. സംസ്ഥാനങ്ങളിലാണെങ്കിൽ ഗവർണർക്ക് സമർപ്പിക്കും. ഗവർണർക്ക് സമർപ്പിച്ചാൽ ഗവർണറാണ് അത് നിയമസഭയിലേക്ക് അത്തരത്തിൽ അത് സ്പീക്കറുടെ ഓഫീസ് മുഖാന്തരം, അത് നമ്മുടെ ലെജിസ്ലേറ്റീവ് സെക്രട്ടറി മുഖാന്തരം വരുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു തലക്കെട്ടിനെ സംബന്ധിച്ചുള്ള ഞാൻ ആ കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായം ആദ്യമേ രേഖപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ കാര്യം, സംഭവത്തിൽ അഴിമതിയാണ് എന്നല്ല CAG പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യത്തെ സംബന്ധിച്ചുള്ളത് CAGയുടെ റിപ്പോർട്ടുകൾ വരുന്നത് പാർലമെൻറ്റിലായാലും അത് നിയമസഭകളിലേക്കായാലും ഇത് സംബന്ധിച്ചുള്ളത് അവിടെ വയ്ക്കുമ്പോൾ ഇവിടെ വെളിപ്പെടുത്തി CAG വെളിപ്പെടുത്തി എന്നാണ് ജമീഷിൻ്റെ ചങ്ങാതിമാർ എഴുതി കാണിക്കുന്നത്. CAG വെളിപ്പെടുത്തലല്ല. ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും മറ്റേ ഇൻ്റലിജൻസ് ബ്യൂറോയും CBIയും എല്ലാം വിഷ്ണുവിൻ്റെ ചില ചങ്ങാതിമാർ പറയുന്നതിൽ അവർ വെളിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് അന്വേഷണം നടക്കുമ്പോൾ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കല്ല പോക്ക്. എങ്ങനെ നിയമസഭയിൽ വെൻ ഇറ്റ് ഈസ് ലെയ്ഡ് ഓൺ ദ ഹൗസ്, ഈ ടേബിൾ ഓഫ് ദ ഹൗസ്, സഭയുടെ മേശപ്പുറത്ത് വെച്ച് കഴിയുമ്പോൾ ഓപ്പൺ ഡോക്യുമെൻ്റ് ആയി കഴിഞ്ഞു, പബ്ലിക് ഡൊമൈനിലേക്ക് അത് വന്നു കഴിഞ്ഞു. അങ്ങനെയാണ് ഇവിടെ ഒരു കാര്യം. അപ്പോൾ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് നമ്മളൊരു കൂടുതൽ ചർച്ച, ഇപ്പോൾ എനിക്കിത് കൂടുതൽ പറയണമെന്നുണ്ട്. കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ടാണ് നമ്മുടെ ചങ്ങാതി ഡോക്ടർ ലാൽ ഇതിൽ പങ്കെടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും മുമ്പും അദ്ദേഹം പങ്കെടുത്തിട്ടുള്ളപ്പോഴും അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി പങ്കെടുത്തിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ അദ്ദേഹം ആരോഗ്യ പ്രവർത്തകർ എന്നുള്ള നിലയിലേക്ക് പങ്കെടുത്തിട്ടുണ്ട്. ഒറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്താം. ഈ വിഷയം ഉണ്ടാകുന്നത് എന്നത് നമ്മൾ അസാധാരണമായ ഒരു സാഹചര്യത്തിലാണ്. അന്നങ്ങനെ ഒരു കാലത്ത് ഈ ഒരു ചർച്ച ഏതെങ്കിലും നടത്താനായി ദൂരദർശൻ കേന്ദ്രത്തിലേക്ക് ഞങ്ങൾ ആരെയും ക്ഷണിക്കില്ല, ഞങ്ങളാരും ജീവനിൽ കൊതിയുള്ളവർ വരില്ല, ഞങ്ങളെ പേടിച്ച് നിങ്ങളോടും. അതാണ് അവസ്ഥ. നമ്മൾ പലരും വീട്ടിലിരുന്നിട്ട് ഇതെല്ലാം ഓൺലൈനിലാണ് നമ്മൾ ചർച്ചകൾ നടത്തിയിരുന്നത്. ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള കാര്യം കേരളത്തിലെ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ഈ കാര്യത്തെ സംബന്ധിച്ച് ചെയ്യുന്നതിന് അവരെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ കേരളത്തിലെ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റിയാണ് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ കൂടുതൽ എന്തെങ്കിലും പറയണമെങ്കിൽ ലോകായുക്തയിൽ കേസ് നിലവിലുണ്ടെങ്കിൽ ഞാൻ തൊഴിൽ കൊണ്ട് അഭിഭാഷകൻ കൂടിയായതുകൊണ്ട് പറയാം. ഇപ്പോൾ ജമേഷിന് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവില്ല, വിഷ്ണുവിന് അഭിഭാഷകനാണ് എന്നുള്ള നിലയിലുള്ള പ്രശ്നം വരുന്നെങ്കിലേ ഉള്ളൂ, ലാലിന് പ്രശ്നമില്ല, മറ്റൊരാൾക്കും പ്രശ്നം ഉണ്ടാവില്ല. അത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാവും. കോടതി മുമ്പാകെ ഇപ്പോൾ ഈ വിഷയം നിലവിലുണ്ട് എങ്കിൽ എനിക്കറിയാവുന്ന വിഷയങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഞാനൊരു മറ്റ് തിരിച്ചും ചില വാദങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ അതൊരു അസാംഗത്യവും അനുചിതവുമായി പോകും. ആ ഒരു കാലത്ത് ഈ പറയുന്ന പോലെ ഇത്തരം സാധനങ്ങളൊന്നും കിട്ടില്ല. അങ്ങനെ ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതുമല്ല. 2020 ജനുവരിയിലാണ് കേരളത്തിൽ ആദ്യമായി കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അത് റിപ്പോർട്ട് ചെയ്ത ഉടനെ തന്നെ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളുമായുള്ളത് അങ്ങനെ ആരംഭിക്കുകയാണ്. ഇത് സംബന്ധിച്ച് അക്കാലത്ത് തന്നെ കേരള നിയമസഭയിൽ അന്നത്തെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഇത് സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഈ വിഷയങ്ങൾ വന്നിട്ടുള്ളപ്പോഴും കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ ഇത് സംബന്ധിച്ച് സഭയിൽ അദ്ദേഹത്തിൻ്റെതായ പ്രസ്താവന ഇക്കാര്യത്തിൽ നടത്തിയിട്ടുണ്ട്. ലോകായുക്തയിൽ അത്തരത്തിലൊരു കേസിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് തന്നെ കൊടുത്തിട്ടുണ്ട് എങ്കിൽ, അങ്ങനെ ഒരു കേസ് നിലവിലുണ്ട് എങ്കിൽ എൻ്റെ അഭിപ്രായങ്ങൾക്കൊരു പരിമിതി വെച്ചുകൊണ്ട് മാത്രമേ എനിക്ക് പറയാനായിട്ട് കഴിയൂ എന്ന് ഞാൻ പറയുകയാണ്. ഈ കാര്യത്തെ സംബന്ധിച്ചുള്ളതിൽ അവിടെ ഇപ്പോൾ 15,000 കിറ്റ് വാങ്ങി, അപ്പോൾ ഏതാണ് മെച്ചപ്പെട്ടത് ഏതാണ് മോശപ്പെട്ടത് എന്നുള്ള നിലയിലേക്ക് നമ്മൾ പറയണമെന്ന് പറഞ്ഞാൽ ഇത് പരിശോധിക്കാനായിട്ട് മനുഷ്യനെ കിട്ടാത്തതും, അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർ, നമ്മൾ ആശാ വർക്കർമാരും ഈ ആരോഗ്യ പ്രവർത്തകരും ഡോക്ടർമാരും എല്ലാം സ്വന്തം ജീവൻ പോലും ബലിയർപ്പിക്കുന്ന നിലയിലേക്ക് പ്രവർത്തിച്ച ഒരു ഘട്ടത്തിൽ അന്ന് ഈ ആളുകൾ അവരുടെ ജീവൻ അത് രക്ഷിക്കാൻ വേണ്ടിയുള്ള കാര്യത്തിൽ എന്തും ചെയ്യുക എന്നുള്ളത്, ഞാനത് വീണ്ടും അടിവരയിട്ട് പറയുകയാണ്.
മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാനായി എന്തും ചെയ്യുക എന്നുള്ളത് ആ കാലത്ത് എല്ലാവരുടെയും, അത് ഭരണകൂടത്തിൻ്റെ മാത്രമല്ല എല്ലാവരുടെയും. രണ്ട് വിലയ്ക്ക് അങ്ങനെ മാസ്ക് വാങ്ങുമ്പോൾ, അല്ല PPE കിറ്റ് വാങ്ങുമ്പോൾ, അത് സ്വാഭാവികമായിട്ടും ഇന്ന് അഴിമതിയായിട്ട് ഞാനിതിപ്പോൾ എന്താണെന്ന് പറയാം, ഞാൻ സോറി അത് ഇൻട്രപ്റ്റ് ചെയ്തതിൽ ക്ഷമിക്കുക എന്നോട്. ഇപ്പോൾ ലാല് പറയുന്നത് ഞാൻ വാദത്തിന് വേണ്ടി അംഗീകരിക്കുകയാണെങ്കിൽ, ജമീഷിൻ്റെ കമ്പനി അല്ലെങ്കിൽ ഒരു ഏജൻസി ഇത് കോട്ട് ചെയ്തു നൽകി, നിങ്ങൾ പറയുന്ന സമയത്ത് ഈ സാധനം തരില്ല. നിങ്ങൾ പറയുന്ന സമയത്ത് ഇപ്പോൾ ഡോക്ടർ ലാല് പിന്നെ ഇതിൽ ആരോഗ്യ പ്രവർത്തകൻ കൂടിയാണല്ലോ, ഞാൻ അഭിഭാഷകൻ മാത്രമാണ്. രക്തം നിങ്ങൾ രോഗിക്ക് നൽകാമെന്ന് പറയുന്ന സമയത്ത് രക്തം നൽകാനുള്ള ആളവിടെ ഇല്ല എങ്കിൽ, അടുത്ത് രക്തം നൽകിയില്ല എങ്കിൽ ആ രോഗിയെ നിങ്ങൾക്ക് ജീവിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല. നിങ്ങൾ സപ്ലൈ ചെയ്യാമെന്ന് പറയുന്ന സാധനം ആ നിമിഷത്തിൽ നിങ്ങൾക്ക് അവിടെ ലഭ്യമാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിക്കാനേ കഴിയുള്ളൂ. നിങ്ങൾ കൊണ്ടുവരുന്നത് നിങ്ങളുടെ ഔദാര്യത്തിന് വേണ്ടി ഇരിക്കാനായി കഴിയില്ല. ഇക്കാര്യത്തെ സംബന്ധിച്ച്, അത് ഈ കാര്യത്തെ സംബന്ധിച്ചുള്ളതിൽ ഞാനിപ്പോൾ ഇത്രേ പറയണുള്ളൂ. ഓക്കെ, അല്ല, അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. കിട്ടാത്തോണ്ടല്ല, അവർ കൊടുക്കില്ല എന്ന് പറയുകയും ചെയ്തില്ല. നമ്മൾ കൊടുക്കാൻ തയ്യാറായി രണ്ട് കമ്പനി നിൽക്കുമ്പോൾ തന്നെ തിരുത്തിയാണ് ചിലപ്പോൾ സംഭവത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. കൊടുക്കാമെന്ന് സമ്മതിച്ചിരിക്കുമ്പോൾ തന്നെ വില കൂടി സമ്മതിച്ചതല്ല. ഈ പറയുന്ന പോയിന്റ് ഓഫ് ടൈമിൽ അത്രയും ക്വാണ്ടിറ്റി സാധനങ്ങൾ ലഭ്യമാവുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ആ പറയുന്ന കാര്യങ്ങൾ അത് മാത്രമല്ല, ആ ക്വാളിറ്റിയിൽ തന്നെ ലഭ്യമാവുക എന്നുള്ളത്. ലാല് പറഞ്ഞ വാചകത്തിൽ നിന്ന് ഞാൻ ചില കാര്യം കടമെടുത്തോട്ടെ. എന്താണെന്നറിയോ, ക്വാണ്ടിറ്റി മാത്രം പോരാ, ആ ക്വാളിറ്റി അത് ആര് പരിശോധിച്ചു എന്നുള്ളത്. ഗ്ലൗസ് എടുത്തിടുമ്പോഴത്തേക്ക് ഗ്ലൗസ് ദ്വാരം വീഴുന്നതാണ് എങ്കിൽ PPE കിറ്റ് അത് എടുത്തിടുമ്പോഴത്തേക്ക് ഇപ്പോൾ പരിശോധനയ്ക്ക് ചെന്ന് ഞാനടക്കം പണം കൊടുത്താണ് ഈ കോവിഡ് ടെസ്റ്റ് എൻ്റെ കുടുംബാംഗങ്ങളുമായി സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയിട്ട് ആദ്യം അങ്ങനെ, കാരണം പെട്ടെന്ന് അത് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി വരുന്നൊരു സ്ഥിതിയിലേക്ക് വന്നു. പിന്നീടാണ് ഇതുമായി ബന്ധപ്പെട്ട്, അന്ന് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അത്തരത്തിലുള്ള സഹായമൊന്നും ഉണ്ടായിരുന്നില്ല. കേരളത്തിലെ സർക്കാർ കാര്യത്തിൽ കേരള ഖജനാവിൽ നിന്ന് പണം കൊടുത്തിട്ടാണ് ഈ കാര്യത്തിൻ്റെതായിട്ടുള്ള ഈ സൗജന്യമായ പരിശോധന പോലും നടത്തുന്ന നിലയിലേക്ക് വന്നത്. നമ്മൾ അത്തരം കാര്യം എന്തോ അല്ല, ഗുണനിലവാരം നോക്കാൻ പറ്റില്ലെങ്കിൽ രണ്ടിനെ നോക്കാൻ പറ്റില്ലല്ലോ. ഒന്നിനെങ്ങനെ ഗുണനിലവാരം ഉണ്ടെന്ന് ഗുണനിലവാരം ഈ കാര്യത്തിൽ ഗുണനിലവാരം നോക്കണം. ഗുണനിലവാരം നോക്കാം. ഇപ്പം ഞാനിപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ, ഞാനിതിൽ ഈ ക്വാളിറ്റി അസസ്മെൻറ്റ് നടത്താനായി ചുമതലപ്പെടുത്തപ്പെട്ട അതിനുള്ള എനിക്കിപ്പം ഇതെന്താന്ന് പറഞ്ഞാൽ, ഞാൻ അതിൽ പാണ്ഡിത്യമുള്ള ഒരാളൊന്നും അല്ല, ഞാനതിൽ പാണ്ഡിത്യമുള്ള ഒരാളല്ല ഈ കാര്യത്തെ പറ്റി പറയുമ്പോൾ. പക്ഷേ ഒരു കാര്യം, ഞാനിപ്പോൾ ഡൽഹിയിൽ ആ സമയത്ത് കൂടി ഉണ്ടായിരുന്നുകൊണ്ട് പറയാം, നിങ്ങൾ ഈ മറ്റേ തെർമൽ സ്കാനറില്ലേ, ആ തെർമൽ സ്കാനറിന് ഒരേ സമയത്ത് മാർക്കറ്റിൽ പല വിലയായിരുന്നു. ഡൽഹിയിലെ തെർമൽ സ്കാനർ അത് വാങ്ങാനായി ആളുകൾ നെട്ടോട്ടം ഓടിയപ്പോൾ ലാല് മനസ്സിലാക്കാനുള്ള, ഒരു തെർമൽ സ്കാനറിന് 10,000 രൂപ ചോദിച്ച ഉത്തരേന്ത്യൻ ഏജൻസികളുണ്ട്.